ഞാൻ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കട്ടെ. പാടാ സോനെ. അമ്മ എന്നെ മുട്ടുകുത്തിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് എന്നെ അമ്മ പ്രസവിച്ചല്ലെന്നല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾ എന്റെ അനിയനും അനിയത്തി അല്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്കത് മതി. എനിക്കത് മതി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന മാത്രം മതി. സാറെന്താ വെള്ളം കുടിക്കുന്നേ? അത്താഴം കഴിക്കുന്നില്ലേ? നമ്മുടെ ഗസ്റ്റ് കഴിച്ചില്ലല്ലോ. കുഞ്ഞമ്മ വിളിച്ചില്ലേ? ഇല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. വിശക്കുമ്പോ ഒന്ന് കഴിച്ചോളും. സാറിന്റെ സമയത്ത് സാറ് കഴിക്കും. ഏതായാലും ഒരു 10 മിനിറ്റ് കൂടി നോക്കാം കുഞ്ഞമ്മേ. അല്ല സാറേ, അതെ, എന്താ സുശീലയുടെ പുതിയ പ്രശ്നം? ഇത്തവണ അവള് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ അതോ പിള്ളേരെ ഇറക്കി വിട്ടതാണോ? ഇത് രണ്ടും അല്ല കുഞ്ഞമ്മേ. ഇത്തവണ സുശീലാന്റി പുതിയൊരു ഐറ്റമായിട്ട് ഇറങ്ങിയിരിക്കുന്നേ. മിക്കവാറും അത് അവരെ തന്നെ തിരിച്ചു കൊത്താനും ഇടയുണ്ട്. അല്ലെങ്കിൽ അവളിങ്ങനെ സ്വന്തം മക്കളെ വെറുപ്പിക്കാൻ തുടങ്ങിയ സ്വന്തം എന്ന് പറയാൻ അവസാന കാലത്ത് ആരും ഉണ്ടാവില്ല. അവർക്ക് അങ്ങനെ ആരും വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയായിരിക്കും കുഞ്ഞമ്മേ. ആ രീതിയിലാ കാര്യങ്ങളുടെ പോക്ക്. കുഞ്ഞമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സാറേ? അല്ല, ഈ സുശീലാന്റിയുടെ മക്കളൊക്കെ അവരുടെ സ്വന്തം മക്കൾ തന്നെയാണോ? പ്രത്യേകിച്ച് ഇന്ദ്രൻ, അവര് പ്രസവിച്ച മകൻ തന്നെയാണോ കുഞ്ഞമ്മേ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? അല്ല, സുശീലാന്റി എപ്പോഴും മക്കളെ ശത്രുക്കളെ പോലെ കാണുന്നോണ്ട് ചോദിച്ചതാ. രവിയേട്ടാ, എന്ത് പറ്റി രവിയേട്ടാ? ഏയ് ഒന്നുമില്ല. കുഞ്ഞമ്മേ, അത്താഴം റെഡിയാണോ? അതെ, ഞാൻ എടുത്തു വയ്ക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാ എടുത്തു വെച്ചോ, കഴിക്കാം. ആ ശരി. രവിയേട്ടൻ ആ സ്ത്രീയോടെല്ലാം പറഞ്ഞു. എന്തെല്ലാം? സുശീലാന്റി ഇന്ദ്രൻ മകനല്ലെന്ന് പറഞ്ഞ കാര്യം. ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല. വേണമെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ഞാൻ കുഞ്ഞമ്മയോട് ചോദിക്കാം. അവരേതായാലും ബന്ധുക്കളല്ലേ, ചിലപ്പോ സത്യാവസ്ഥ കുഞ്ഞമ്മയ്ക്ക് അറിയാൻ പറ്റിയേക്കും. വേണ്ട, ആ കാര്യത്തിൽ ഇനി അന്വേഷണം തെളിവെടുപ്പ് ഒന്നും വേണ്ട. രവിയേട്ടാ, സുശീലാന്റിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് അവര് സമ്മതിച്ചു കഴിഞ്ഞു. അബദ്ധോ? അതെ രവി, ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്ക്
ഇന്ദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പോയി. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. അപ്പോ സുശീലാന്റിയുടെ മകൻ തന്നെയാണ് ഇന്ദ്രൻ, അല്ല എന്ന് പറഞ്ഞത് കള്ളമാണ്, അങ്ങനെയല്ലേ? ആ അതെ.